സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാമത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി എഫ്സിയെ പരാജയപ്പെടുത്തിയല്ലോ. ആ ഒരു മത്സരത്തിന്റെ അവസാനം പുറകിൽ നിന്നോട്ട് നമുക്ക് ഡീകോഡ് ചെയ്ത് വരാം. 3 ഗോൾ അടിച്ചത് വരാൻ അവിടെ നിൽക്കട്ടെ. റൈറ്റ് വിങ്ങിലൂടെ കൊറു സിംഗ് ലോങ് ബോൾ സ്വിച്ച് ഓവർ ലെഫ്റ്റ് വിങ്ങിൽ നോഹ സദോയുടെ കൈകളിലേക്ക് കൈമാറുകയാണ്. അവിടെ നോഹ സദോയ്ക്ക് ഒരു 2 സ്റ്റെപ്പ് ഉള്ളിലേക്ക് ചെന്നെങ്കിലും അവിടെ 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് അഡ്രിയാൻ ലൂണയ്ക്ക് കൊടുക്കാം, മറ്റൊന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന കോൾഡോ ഒബിയട്ടേക്ക് കൊടുക്കാം. പക്ഷേ നോഹ സദോയ് ആ ഒരു പന്ത് ഒറ്റയ്ക്ക് ടേക്ക് ഓവർ ചെയ്ത് അടിച്ച് പുറത്തേക്ക് കളയായിരുന്നു. ഇതുവഴി ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഒരുപാട് ഗോളുകൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കളഞ്ഞു കുളിക്കുന്നത്. ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പിന്തോക്കം വന്ന് നിൽക്കുക നമുക്കറിയാം. പിന്നെ ഒരു കാര്യം, ആ ഒരു 60-70 മിനിറ്റിനിടയിൽ നമ്മുടെ അഡ്രിയാൻ ലൂണയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായല്ലോ. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ മധ്യനിരയിലൊക്കെ ഭയങ്കരമായിട്ടൊരു തണുത്തുറഞ്ഞൊരു പെർഫോമൻസ് ആണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത്. അഡ്രിയാൻ ലൂണയുടെ ആ ഒരു കളി മികവ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യാം. മുന്നോട്ടും പിറകോട്ട് ഇറങ്ങി ചെന്ന് അത്രയും ബോൾ എടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു കേലിബർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇദ്ദേഹം. അഡ്രിയാൻ ലൂണയുടെ ഒരു പ്രത്യേക ഒരു കഴിവാണ് ഏതൊരു പൊസിഷനിലും ആരും മാർക്ക് ചെയ്യപ്പെടാതെ നിൽക്കുക. മാത്രമല്ല തന്റെ സഹകളിക്കാരൻ എവിടെയാണ് ഫ്രീ സ്പേസിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക, പെട്ടെന്ന് തന്നെ ചിപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ത്രൂ ബോൾ സഹകളിക്കാരന്റെ കാലുകളിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ള വലിയൊരു കർത്തവ്യമാണ് അഡ്രിയാൻ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനുള്ളത്. ആ ഒരു റോള് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ അഡ്രിയാൻ ലൂണയ്ക്ക് അല്ലാതെ മറ്റൊരാൾക്കും എടുക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരാളെ ഒരു 60-70 മിനിറ്റിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു ടീമിനെ എത്രത്തോളം ബാധിക്കുമെന്നൊരു കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അടുത്തതായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കൂടുതൽ അറ്റാക്കുകളും നമ്മുടെ ലെഫ്റ്റ് വിങ് കേന്ദ്രീകരിച്ചിട്ടാണെന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ പ്രതിരോധത്തിൽ നിന്നുമുള്ളൊരു പന്താണ് ഡയറക്റ്റ് ലെഫ്റ്റ് വിങ്ങിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യപ്പെടുന്നത്. പക്ഷേ ആ ഒരു ബോൾ കളക്ട് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര താരമായിട്ടുള്ള കോൾഡോ ഒബിയറ്റയാണ്. അവിടെ കോൾഡോ ഒബിയറ്റയും നോഹ സദോയും തമ്മിൽ മികച്ചൊരു കോമ്പിനേഷൻ പ്ലേ കാണാൻ കഴിയുന്നുണ്ട്. കോൾഡോ ഒബിയറ്റയുടെ കാര്യം ഇതിനു മുൻപ് നമ്മൾ കുറേ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ പിറകോട്ട് ഇറങ്ങി ഡ്രോപ്പ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളിക്കുന്ന ആ ഒരു ശൈലിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ ഒരു വിഷ്വൽ തന്നെ ശ്രദ്ധിച്ചോ? ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒപ്പോണന്റ് ഡിഫൻസിൽ പന്ത് വെച്ച് കളിക്കേണ്ട ഒരു സമയമാണ്. അവിടെ ഒരു പ്രഷർ ഇടാനായിട്ട് നമ്മുടെ മുന്നേറ്റ താരങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പക്ഷേ കോൾഡോ ഒബിയറ്റെ അവിടെ ഒരു പ്രഷർ ഇടാനായിട്ട് ശ്രമിക്കുന്നില്ല. മെയിൻലി കൂടുതലായിട്ട് പ്രഷർ ഇട്ട് ചെല്ലുന്നത് നോഹ സദോയോ അല്ലെങ്കിൽ അഡ്രിയാൻ ലൂണയോ ഒക്കെയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലിയുടെ ഒരു പുതിയ സിസ്റ്റം ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കിയാൽ, ഈ ഒരു സെനിസ് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സംരംഭം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഭയങ്കര വലിയ ചരിത്ര പ്രശസ്തമായിട്ടുള്ള വലിയൊരു അംഗീകാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ചാനൽ ഇല്ലാതായി പോയാൽ. നിങ്ങൾ കാൽപന്തിനെ എത്രത്തോളം സ്നേഹിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നതുപോലെ തന്നെ നിങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതുപോലെ തന്നെ എന്നെയും നിങ്ങൾ മനസ്സിലാക്കുകയും എന്നെയും നിങ്ങൾ അനലൈസ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ഈ ഒരു നിലയിലേക്ക് കുതിച്ചു വരുന്നത്. സോ ഇനിയും നമ്മൾ നേരിൽ കാണേണ്ടതാണ്. നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതുവഴി ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഡേവിഡ് കറ്റാലിയുടെ ഒരു പുതിയ സിസ്റ്റം ടീമിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഡേവിഡ് കറ്റാലിയുടെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് കൂടുതലും മധ്യനിരയിലേക്ക് പന്തെത്തുമ്പോൾ ടു-വൈസ് വിങ്ങുകളിലേക്ക് സപ്ലൈ ചെയ്യുക, വിങ്ങുകളിൽ നിന്നും ടോപ്പ് എൻഡിലേക്ക് പോയി അറ്റാക്ക് നടത്തി അവിടെ തിരിച്ച് ഓപ്പോസിറ്റ് ക്രോസിലേക്കാണ് കൂടുതലും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. അതായത് റൈറ്റ് വിങ്ങിലേക്ക് ഒരു അറ്റാക്ക് അടക്കുകയാണ്, ആ ഒരു ടോപ്പ് എൻഡിലേക്ക് പോകുന്നത്. ഈ ഒരു വിഷയിലാണ് കാണുന്ന പോലെ തന്നെ റൈറ്റ് വിങ്ങിലേക്ക് ആ ഒരു ടോപ്പ് എൻഡിലേക്ക് പോകുന്നു. അവിടെ നിന്ന് റൈറ്റ് വിങ്ങിൽ നിന്നും ലെഫ്റ്റ് വിങ്ങിലേക്ക് അതേസമയം ക്രോസ് നൽകാൻ ശ്രമിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയിൽ കണ്ടത് റൈറ്റ് വിങ്ങിൽ കൊറൂസിംഗ് നൽകിയിട്ടുള്ളൊരു ക്രോസ് നോഹ സദോയുടെ കാലുകളിലേക്ക് വരുന്നു. അതായത് ലെഫ്റ്റ് വിങ്ങിലേക്ക് നേരെ പോകുന്നു. അവിടെ നോഹ സദോയ് ആക്യുറേറ്റഡുള്ള ഒരു ഷോട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ അത് ഗോൾ വലയിലേക്ക് ചെന്ന് എത്തുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ വിഷ്വൽ തന്നെ കണ്ട് ശ്രദ്ധിച്ചോ. അതായത് മിഡിൽ കാര്യമായിട്ടൊന്നും പറയത്തക്കതോ ഒന്നുമേ നടക്കുന്നില്ല. അതായത് മിഡിലേക്ക് പന്തെത്തി കഴിയുമ്പോൾ ആ ഒരു വിട്ടെടുത്ത് വിങ്ങിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാണ്. ഇപ്പോൾ റൈറ്റ് വിങ്ങിലാണെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു പന്ത് കൊടുത്ത് അവിടെ നിന്ന് ആ ഒരു ഫൈനൽ ഡി ടോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ക്രോസുകളൊക്കെ വരുന്ന കാണാൻ പറ്റുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് ആ ഒരു ഡി ടോപ്പിൻ്റെ എൻഡിലേക്ക് പോയിട്ട് ആക്രമണങ്ങൾ ഉളവിടുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ സിസ്റ്റം എന്നുള്ളൊരു കാര്യം അവിടെ മാറ്റി വെച്ചു. കാരണം എന്താ വെച്ചാൽ ആകെ കൂടി 1-2 മത്സരം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട്. പക്ഷേ ഈ ഒരു 4-4-2 ഫോർമേഷൻ എന്ന് പറയുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സിന് ഇതിനു മുൻപും കലങ്ങി തെളിഞ്ഞിട്ടുള്ളൊരു ഫോർമേഷൻ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും സ്വന്തം ആശാൻ എന്ന് വിളിപ്പേരുള്ള ഇവാൻ വുക്കോമനോവിച്ചിന്റെ മെയിൻ സ്ട്രാറ്റജി ആയിരുന്നു ഈ പറഞ്ഞ
പറഞ്ഞ 4-4-2 ഫോർമേഷൻ. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാൻ്റെ ഒരു ലോങ് ബോൾ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ലൂണയ്ക്കാണെങ്കിലും ജിക്സൺ ആണെങ്കിലും എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നറിയോ ആ ഒരു സീസണിലൊക്കെ. ഈ പറഞ്ഞ 4-4-2 ഫോർമേഷനിൽ ഏറ്റവും അധികം പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ലോങ് ബോൾ. അതിൽ ഇപ്പോൾ ഈ ഒരു സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡി ടോപ്പിലേക്ക് പോയിട്ടുള്ള സ്വിച്ച് ഓവറിന് പകരമായിട്ട് ഈ ഒരു വാൻ ആഷാൻ്റെ കീഴിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. മിഡിൽ നിന്നാണെങ്കിലും വിങ്ങുകളിലാണെങ്കിലും ഒരു ഡയഗണൽ ത്രൂ അല്ലെങ്കിൽ ഡയഗണൽ ലേഔട്ട് ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവം. പല സിറ്റുവേഷനിലും ഇവാൻ കോച്ചിൻ്റെ കീഴിൽ നമുക്ക് ഒരു വോൾ പാസ് കളിച്ചിട്ട് ലൂണയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും അല്ലെങ്കിൽ ലൂണ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന മികച്ച നല്ല നല്ല മൂവ്മെൻറ്റുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സീസണിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നല്ല, കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നിഹാല് കോൾഡോബിയറ്റേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് കോൾഡോബിയറ്റ് ഗോൾ അടിച്ചുന്ന രംഗമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ കൂടി ചില സമയത്ത് നടത്തേണ്ട ഒരു പാച്ച് പ്ലേ, എസ്പെഷ്യലി മിഡിൽ നിന്ന് വിങ്ങിലേക്ക് ഡെപ്ത് എടുത്ത് കളിക്കുന്ന ആ ഒരു ഗെയിം ആ ഒരു 4-4-2-ൽ അനുയോജ്യമായിട്ടുള്ളൊരു കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ അടുത്തൊരു മത്സരത്തിൽ ഇതിലും വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഭാഗത്ത് നിന്നും വലിയൊരു ഔട്ട്പുട്ട് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അടുത്തൊരു എതിരാളികൾ എന്ന് പറയുമ്പോൾ ISL തന്നെ ശക്തരായിട്ടുള്ള മുംബൈ സിറ്റി FC ആണ്. അപ്പോൾ ഇതുവരെ കണ്ട കളികളൊന്നും ആയിരിക്കില്ല ഇനി നമ്മൾ നേരിടാൻ പോകുന്നത്. സോ ബി കൈൻഡ്. ഈ ഒരു കട്ടാലിയുടെ ഈ ഒരു പുതിയൊരു സ്ട്രാറ്റജിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് റോങ് അടിച്ചിട്ടുള്ളൊരു കാര്യം കൂടുതൽ വിങ്ങുകളെ ആശ്രയിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ്ങിൽ നോഹാ സദോയെ ആശ്രയിക്കുന്നു. നോഹാ സദോയ് ഡി ടോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇപ്പോൾ ഈ ഒരു അനാലിസിസ് വീഡിയോ തുടങ്ങുമ്പോൾ അടിക്കോടിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നോഹാ സദോയ് ഡി ടോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അഡ്രിയൻ ലൂണയാണെങ്കിലും കോൾഡോബിയറ്റ് ആണെങ്കിലും അവിടെ പിന്നോട്ട് ഇറങ്ങി വന്നിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ നോഹാ സദോയ്ക്ക് തന്നെ ഒരു ചാൻസിനുള്ളൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയി കൊടുക്കുന്നുണ്ട്. പക്ഷേ നോഹാ സദോയ് എന്താ ചെയ്യുക? നോഹാ സദോയ് ഒറ്റയ്ക്ക് ടേക്ക് ഓവർ ചെയ്ത ആൾക്കാരെയൊക്കെ വെട്ടി ഒഴിഞ്ഞ് അകത്തേക്ക് ചെല്ലും. പക്ഷേ അകത്തേക്ക് ആ ഒരു ഫൈനൽ തേർഡിലേക്ക് പോയി കഴിയുമ്പോൾ വളരെ അടിച്ച് അലക്ഷ്യമായിട്ട് അടിച്ച് പുറത്തേക്ക് കളയാണ്. സോ ഇങ്ങനെ ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഓൾവേസ് പെർഫെക്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം മുംബൈ സിറ്റിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുകയാണ്. ഈ ഒരു മത്സരം തീർച്ചയായിട്ടും വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിൽ നിന്നും പുറത്താകുകയാണ്. ഈവൻ ഒരു സമനില തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ പോലും നമുക്ക് സമനില വേണ്ട, നമുക്കൊരു വിജയം തന്നെയാണ് വേണ്ടത്. സോ ഇപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മാച്ച് പ്രിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിലവിലിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയൊരു സംരംഭമാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു ചാനലിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം മാറ്റം വരുത്തണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യപ്പെടുത്തുക. സോ അപ്പോൾ അങ്ങനെ ഇനി അധികം പറഞ്ഞ് വൈകിക്കുന്നില്ല. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ജെനിസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.